ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു S4 സീരീസ്. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷായുടെ ഹസ്ബൻഡ് അവൾ പറഞ്ഞതുപോലെ തന്നെ സീക്രട്ട് റൂം തുറക്കുന്നു. അതിൽ നിന്ന് ഒരു ലെറ്ററും ഒരു ബോക്സും കിട്ടുന്നു. അവൻ ആ ലെറ്റർ എടുത്ത് വായിക്കുന്നു. അതിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, നിങ്ങളിത് വായിക്കുന്ന സമയം ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമായിരുന്നു. നിങ്ങളുടെ കൂടെ ജീവിച്ച് എനിക്ക് മതിയായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഫാങ്ങിനെ പോയി കാണണം. ചിലപ്പോ ഞാൻ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടാവാം എന്നൊക്കെയാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത്. ഹസ്ബൻഡ് അത് വായിച്ചതിന് ശേഷം തേങ്ങിക്കരയുന്നു. ഇവിടെ സീൻ കട്ടായി സിങ്ങിനെ കാണിക്കുന്നു. അങ്ങോട്ടേക്ക് വന്ന ഫാങ്ങിനോട് ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അവൻ ഓക്കെയാണ് എന്ന് ഫാങ്ങും പറയുന്നു. അപ്പൊ അവിടേക്ക് വാങ് വരുന്നു. അവൻ വന്ന് റെഡ് അംബ്രലയിൽ നിന്ന് രക്ഷിച്ചതിനൊക്കെ നന്ദി പറഞ്ഞിട്ട് ഇനി ഈ റാറ്റിനെ കൂടി എടുത്തൂടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൾ, അതിനു മുമ്പ് നീ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഉത്തരം തരണം എന്ന് പറഞ്ഞിട്ട് ഷാൻ എന്നെ കൊന്നതിന് ശേഷം എന്റെ ഡെഡ് ബോഡി എവിടെയാണ് അടക്കിയത് എന്ന് ചോദിക്കുന്നു. അപ്പൊ വാങ് അതെനിക്ക് അറിയില്ലെന്ന് പറയുന്നു. അറിയില്ലെങ്കിൽ നീ നിന്റെ മാസ്റ്ററോട് ചോദിക്ക്. അതിന് ഉത്തരം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ ഉള്ളിലെ റാറ്റിനെ ഞാൻ പുറത്തെടുക്കാം എന്ന് സിംഗ് പറയുന്നു. അവനും അത് സമ്മതിച്ച് അവിടുന്ന് പോകുന്നു. സിംഗ് റൂമിലേക്ക് പോവാൻ നിന്നതും ബാലൻസ് തെറ്റുന്നു. ഇത് കണ്ട് ഫാങ് അവളുടെ അടുത്തേക്ക് ചെന്ന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരം കൊടുക്കാതെ സിംഗ് വീണ്ടും അവിടുന്ന് എണീറ്റ് പതുക്കെ നടന്ന് റൂമിലേക്ക് പോകുന്നു. അവൻ ഉള്ളിൽ ചെന്ന് നോക്കുമ്പോൾ അവൾ തണുത്ത് വിറച്ച് ആകെ അവശയായി കിടക്കുന്നത് കാണുന്നു. അവൻ ഉടനെ പുതപ്പെടുത്ത് അവളെ പുതപ്പിക്കുന്നു. എന്നിട്ട് അവളോട് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു. അവൾ, നീ ആ ചായ പറഞ്ഞ കാര്യമൊക്കെ വിശ്വസിച്ചോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പൊ അവൻ, ഏയ് അങ്ങനൊന്നുമില്ല, അതൊക്കെ വിട്, നീ ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നൊക്കെ പറയുന്നു. അവൾ, ഞാനൊരു മോൺസ്റ്റർ ആണ്, ഞാൻ നിന്നെയും ആക്രമിക്കും എന്ന് പറഞ്ഞ് അവനോട് അവിടുന്ന് പോവാൻ പറയുന്നു. എന്നാൽ അവനത് കേൾക്കാതെ പനിയുണ്ടോ എന്നറിയാനായി അവളുടെ നെറ്റിയിൽ കൈവയ്ക്കുന്നു. പെട്ടെന്ന് സിംഗ്, നീ ഇവിടുന്ന് പോ എന്ന് പറഞ്ഞ് അവളുടെ ശക്തി ഉപയോഗിച്ച് അവനെ എടുത്തെറിയുന്നു. ആ വീഴ്ചയിൽ അവന്റെ ചുണ്ട് പൊട്ടി ചോര വരുന്നു. സിംഗിന് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയൊക്കെ ആവുന്നുണ്ട്. ഫാങ് വീണ്ടും നിനക്കെന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണൊക്കെ ചുവന്ന കളറാവുന്നു. അവളുടെ ശ്രദ്ധ മൊത്തം അവന്റെ ചുണ്ടിലെ ബ്ലഡിലേക്ക് തിരിയുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട അവൾ അവനെ കിസ് ചെയ്ത് അവന്റെ ബ്ലഡ് കുടിക്കുന്നു. പെട്ടെന്ന് അവന് അവളുടെ പാസ്റ്റിൽ എന്തൊക്കെയാ നടന്നത് എന്നൊക്കെ ഒരു വിഷ്വൽ പോലെ മനസ്സിൽ തെളിയുന്നു. ചെറുപ്പത്തിൽ സിംഗും ഒരു ഹാപ്പി ലൈഫായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അവൾ ഷാനിനോട് നല്ല സ്നേഹത്തോടൊക്കെ പെരുമാറിയെങ്കിലും അയാൾ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. അയാൾ അവളോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയിരുന്നത്. അവൾക്ക് നേരാവണ്ണം ഭക്ഷണവും വെള്ളമൊന്നും കൊടുക്കാതെ അവളെ ചെങ്ങലയിൽ ബന്ധിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അവൾ ഒരു മനുഷ്യനുമായി പ്രണയത്തിലാവുന്നത്. എന്നാൽ ഷാൻ അവരെ വേർപിരിച്ചതിനു ശേഷം സിംഗ് ഷാനിൽ നിന്ന് സ്വതന്ത്രയാവാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കുന്നു. ഫൈറ്റിനിടെ താഴെ വീണ സിംഗിനെ ഷാൻ കൊല്ലാനായി വന്നതും സിംഗ് കുറച്ചകലെയായി മനുഷ്യരുടെ സൗണ്ട് കേൾക്കുന്നു. അവർ വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. സിംഗ് അങ്ങോട്ടേക്ക് പോയി തന്റെ റാറ്റിന് ഉപയോഗിച്ച് അവരെ എടുത്ത് പൊക്കി പിടിച്ചു നിൽക്കുന്നു. മനുഷ്യർ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഷാൻ അവളെ കൊല്ലാതെ വെറുതെ വിടുന്നു. ഈ സമയം സിംഗ് ആ മനുഷ്യരെ കരയിലെത്തിച്ച് ആ വെള്ളത്തിലൂടെ രക്ഷപ്പെടുന്നു. അവളും ഫാമിലിയുടെ കൂടെയുള്ള ഒരു സാധാരണ ജീവിതമാണ് ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ ഫാങ്ങിനും മനസ്സിലാവുന്നു. ഇപ്പൊ ഇവിടെ പ്രസന്റിൽ സിംഗിന് തന്റെ ബോധം നഷ്ടമാവുന്നു. അടുത്ത സീനിൽ സിംഗ് ബെഡിലും ഫാങ് അതിനടുത്തും ഇരിക്കുന്നത് കാണിക്കുന്നു. ഫാങ് സിംഗിന്റെ കൈ പിടിച്ച്, നീ ഒരു മോൺസ്റ്റർ ഒന്നുമല്ല, നീ എല്ലാവരെയും സംരക്ഷിക്കാനാണ് നോക്കുന്നത്. നിന്റെ എക്സ് ലവറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇപ്പുറത്ത് സീനിയേഴ്സ് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സെലിബ്രിറ്റി അവരോടൊക്കെ ഉറങ്ങാൻ പറയുന്നു. അങ്ങനെ അവർ പോവാൻ തിരിഞ്ഞപ്പോഴാണ് ചായയുടെ ഹസ്ബൻഡ് അവരെ തന്നെ നോക്കി നിൽക്കുന്നത് അവർ കാണുന്നത്. ചായ ഒരു മോൺസ്റ്റർ ആണെന്നും അവൾ മരിച്ചുപോയെന്നുമൊക്കെയുള്ള കാര്യങ്ങൾ അയാളോട് പറയണോ വേണ്ടയോ എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നു. ഡ്രൈവർ അയാളുടെ നോട്ടം കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. വാങ് അയാളോട്, നിങ്ങൾ ഇത്ര നേരമായിട്ടും ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അയാൾ ഇല്ലെന്ന് പറഞ്ഞതും വാങ് ഷായ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് കൂടെ ചോദിക്കുന്നു. അവൾക്കിപ്പോ കുഴപ്പമൊന്നുമില്ല എന്ന് ഹസ്ബൻഡ് പറയുന്നത് കേട്ട് സീനിയേഴ്സ് എല്ലാവരും ഒന്ന് അതിശയിക്കുന്നു. സെലിബ്രിറ്റി അയാളോട്, ഞങ്ങൾ ഉറങ്ങാൻ പോവാണ് എന്നൊക്കെ പറയുന്നു. ശേഷം ഓരോരുത്തരും അവരവരുടെ റൂമിലേക്ക് പോകുന്നു. അടുത്ത ദിവസം സിംഗാവും ആദ്യം കണ്ണു തുറക്കുന്നത്. അവൾ തന്റെ കൈ ഫാങ്ങിന്റെ കയ്യിൽ നിന്നും എടുക്കുന്നു. അപ്പയാണ് അവനും എണീക്കുന്നത്. അവൻ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചിട്ട്, ഇവിടെ മുളയരിക്കഞ്ഞിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, ഞാൻ അവിടെ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവരാം. അത് കഴിക്കുമ്പോ നിന്റെ
എല്ലാ അസുഖവും മാറും എന്നൊക്കെ പറഞ്ഞു പോവാൻ നിന്നതും സിംഗ് അവനെ വിളിക്കുന്നു. എന്നിട്ട് നീ ഇന്നലെ എന്നെ കണ്ട് പേടിച്ചോ എന്ന് ചോദിക്കുന്നു. അവൻ ഇല്ലെന്ന് പറയുന്നു. ശേഷം നീ ഇന്നലെ എന്നോട് ചായ് പറഞ്ഞതൊക്കെ വിശ്വസിച്ചോ എന്ന് ചോദിച്ചില്ലേ? അവൾ പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ അവളുടെ പവർ എടുക്കാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ആ കുട്ടിയെ രക്ഷിക്കാൻ നിനക്ക് അവളുടെ പവർ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നിനക്ക് അവളെ കൊല്ലേണ്ടി വന്നത്. പിന്നെ അവളും അത്ര നല്ല ആളൊന്നും അല്ലല്ലോ എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് യാനും ആ കുട്ടിയും വരുന്നത്. അവർ സിംഗിന് നന്ദി പറയാനാണ് വന്നിരിക്കുന്നത്. ആ കുട്ടിയാണെങ്കിൽ സിംഗിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. ഇനി മുതൽ ഞാൻ ചേച്ചിയുടെയും ഫാങ് ചേട്ടന്റെയും സ്വന്തം മകനാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ഞാൻ ആ കുട്ടിയോട് നിന്നോട് ഞാൻ ഇങ്ങനെ പറയാനാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞിട്ട് സിംഗിനോട് ഇവൻ പറഞ്ഞതൊന്നും കാര്യാക്കണ്ട. പിന്നെ ഇനി മുതൽ നിങ്ങൾ ഇവന്റെ രണ്ടാനമ്മയാണ്. നിങ്ങളാണ് ഇവന്റെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ വാതോരാതെ പറയുന്നു. അപ്പോ അങ്ങോട്ടേക്ക് സീനിയേഴ്സ് വരുന്നത് സിംഗ് കാണുന്നു. അവൾ യാനിനോട് ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. സീനിയേഴ്സ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചായയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചതിനൊക്കെ നന്ദി പറയാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞ് നന്ദി പറയുന്നു. എന്നിട്ട് ഇനി ഈ റാറ്റിനെ കൂടി ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞൂടെ എന്നൊക്കെ അവർ ചോദിക്കുന്നു. പെട്ടെന്ന് അവരുടെ എല്ലാവരുടെയും കയ്യിലെ റാറ്റിൻ മായുന്നു. ഇത് കണ്ടവർ സിംഗിന് വീണ്ടും നന്ദി പറയുന്നു. ഫാങ് അവരോട് നിങ്ങൾ ബാഗൊക്കെ എടുത്ത് എങ്ങോട്ടാണ് എന്ന് ചോദിക്കുന്നു. വാങ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പിന്നെ ആ ചായയുടെ ഹസ്ബൻഡിനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഫാങ്ങിനോട് പറയുന്നു. ഇത് കേട്ട് ഫാങ്ങും ആകെ ഷോക്കാവുന്നു. ഞങ്ങൾ ഇന്ന് പോവാനായി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അയാൾ എങ്ങോട്ടോ ധൃതിയിൽ പോകുന്നത് കണ്ടു എന്നുകൂടെ വാങ് പറയുന്നു. ശേഷം അവരെല്ലാവരും അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ യങ്ഷി ഗ്രാമത്തിലേക്ക് ഒരു കാർ വരുന്നു. അതിൽ നിന്ന് ഫാങ്ങിന്റെ ഗേൾഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ആ ഗുണ്ടയും ജോയുടെ വൈഫും പുറത്തിറങ്ങുന്നു. അതുവഴി വന്ന ചായയുടെ ഹസ്ബൻഡിനോട് ആ ഗുണ്ട ഫാങ്ങിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ചായയുടെ ഹസ്ബൻഡ് അതിന് ഉത്തരമൊന്നും കൊടുക്കാതെ അവിടുന്ന് പോകുന്നു. ഇപ്പോ ജോയുടെ വൈഫും ആ ഗുണ്ടയും എങ്ങനെയാണ് ഒന്നായത് എന്ന് കാണിക്കുന്നു. ഇവിടെ ജോയുടെ വൈഫ് രാത്രി തന്റെ വീട്ടിൽ ഉറങ്ങായിരിക്കും. അവൾ തന്റെ കുട്ടിക്കാലത്ത് തന്റെ മുത്തശ്ശൻ സിംഗിനെ ആരാധിക്കുന്നതൊക്കെ സ്വപ്നം കാണുന്നു. ഇതേ സമയം ഗുണ്ടയും അവളുടെ വീട്ടിലേക്ക് കയറുന്നു. അവൻ അവിടെയുള്ള ഒരു വലിയ ബോക്സ് കണ്ട് അത് തുറക്കുന്നു. അതിനുള്ളിൽ ജോയിയുടെ ഡെഡ് ബോഡി കണ്ട് ആ ഗുണ്ട പേടിച്ച് ആ ബോക്സ് അടക്കുന്നു. ഇതേ സമയം ജോയുടെ വൈഫ് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നു. അവൾ ലേറ്റിട്ടതും ആ ഗുണ്ട ഒരു കത്തി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ആ സ്റ്റോൺ എവിടെയെന്ന് ചോദിക്കുന്നു. അവൾ തന്റെ കയ്യിലെ റാറ്റൻ അവന് കാണിച്ചു കൊടുത്തിട്ട് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. എന്നിട്ട് അവന്റെ അടുത്ത് നിന്ന് ആ കത്തി വാങ്ങിച്ചിട്ട് അവൾ തന്റെ കൈ മുറിച്ചതും റാറ്റൻ വന്ന് മുറിവ് മാറ്റുന്നു. ഇത് കണ്ട് ഗുണ്ട ആകെ അന്തം വിട്ട് നിൽക്കുന്നു. അവൾ ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ നിനക്ക് ഞാൻ ആ സ്റ്റോൺ തരാം എന്ന് പറയുന്നു. അവനും ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അവൾ ഒരുത്തനെ കണ്ടെത്താൻ നീ സഹായിക്കണം. കൂടാതെ എന്റെ ഭർത്താവിന്റെ ഡെഡ് ബോഡിയും അവനെയും ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇപ്പോ ഫാങ്ങിന്റെ ഫ്രണ്ടിനെ കാണിക്കുന്നു. അവനപ്പോ ഒരുപാട് വീക്കായിരുന്നു. അവൻ കുറച്ച് വെള്ളമെടുത്ത് കുടിക്കാൻ നിന്നതും താൻ വെള്ളത്തിൽ നിൽക്കുന്നതായും ഫാങ്ങിന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട് തന്റെ അടുത്തേക്ക് വരുന്നതായും അവൻ കാണുന്നു. പിന്നീട് അവൻ കരയിൽ നിൽക്കുന്നതും അവൾ വെള്ളത്തിൽ മരിച്ചു പൊങ്ങിക്കിടക്കുന്നതും കാണുന്നു. പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് വെള്ളപാത്രം താഴെ വീഴുന്നു. ഇതേ സമയം ഫാങ്ങിന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ജോയുടെ വൈഫും ആ ഗുണ്ടയും വരുന്നു. അവരകത്തേക്ക് കയറി ഫാങ്ങിനെ തിരയുന്നു. പെട്ടെന്ന് ഫാങ്ങിന്റെ ഫ്രണ്ട് ആ ഗുണ്ടയുടെ ദേഹത്തേക്ക് ചാടിക്കയറി അവനെ അടിക്കാൻ നിൽക്കുന്നു. ശബ്ദം കേട്ട് ജോയുടെ വൈഫും അങ്ങോട്ടേക്ക് വരുന്നു. ഫ്രണ്ട് അവളെ കണ്ട് തിരിഞ്ഞു നോക്കിയതും ഗുണ്ട ആ തക്കം മുതലെടുത്ത് അവനെ അടിക്കുന്നു. അങ്ങനെ അവർ ഇരുവരും അടികൂടി മറ്റൊരു റൂമിലേക്ക് വീഴുന്നു. ആ റൂമിൽ ഫാങ്ങിന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ടിന്റെ ഫോട്ടോയുള്ളത് ജോയുടെ വൈഫ് കാണുന്നു. ഈ സമയം കൊണ്ട് ഗുണ്ട ഫ്രണ്ടിനെ അടിച്ചിടുന്നു. ശേഷം ഫ്രണ്ടിനെ അവർ കെട്ടിയിടുന്നു. ജോയുടെ വൈഫ് അവന്റെ ഫോൺ എടുത്ത് ഫാങ്ങിന്റെ മെസ്സേജ് ഒക്കെ നോക്കുന്നു. എന്നിട്ട് ഇവന്റെ ഫോണിലൂടെ നമുക്ക് ഫാങ്ങിനെ കോണ്ടാക്ട് ചെയ്യാം എന്ന് പറയുന്നു. ശേഷം അവർ അവിടുന്ന് പോകുന്നു. അങ്ങനെയാണ് അവർ ഫാങ്ങിനെയും തിരഞ്ഞ് ഇപ്പൊ യങ്ഷി ഗ്രാമത്തിൽ എത്തിയിരിക്കുന്നത്. ഇപ്പുറത്ത് ഫാങ് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ചായയുടെ ഹസ്ബൻഡ് വന്ന് അവനെ അടിച്ചിടുന്നു. ഇടി കൊണ്ട് ഫാങ് താഴേക്ക് വീഴുന്നത് കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിയാണ്.